വെൽക്കം ടു ബിടെക് മെഡിസി. ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ കൺട്രോൾ സിസ്റ്റത്തിൽ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒബ്റ്റെയിൻ സ്റ്റേറ്റ് സ്പേസ് റെപ്രസെൻറ്റേഷൻ അതിൻ്റെ ഒരു പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിരിക്കും. വി നീഡ് ടു ഫൈൻഡ് ഇറ്റ്സ് സ്റ്റേറ്റ് സ്പേസ് റെപ്രസെൻറ്റേഷൻ. സ്റ്റേറ്റ് സ്പേസ് മീൻസ് എക്സ് ഡോട്ട് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി യു വൈ ഈക്വൽ ടു സി എക്സ് പ്ലസ് ഡി യു. ഈ ഒരു ഫോമിലേക്ക് നമുക്ക് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ റെപ്രസെൻറ്റ് ചെയ്യണം. അതിൻ്റെ സൊല്യൂഷനിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തരുമ്പം അതിൻ്റെ ഓർഡർ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, ഓർഡർ മീൻസ് ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഏതാണോ അതാണ് ഓർഡർ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഡി ക്യൂബ് വൈ ബൈ ഡി ടി ക്യൂബ്. ഹിയർ എൻ ഈക്വൽ ടു 3. തേർഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്, n 3 ആണ്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സ്റ്റെപ്പ് 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ആണോ ഓർഡർ അത്രയും സ്റ്റേറ്റ് വേരിയബിൾസ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. നോർമലി സ്റ്റേറ്റ് വേരിയബിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കുന്നത് x1 x2 ഇങ്ങനത്തുള്ള വേരിയബിൾസ് ആണ് നമ്മൾ സ്റ്റേറ്റ് വേരിയബിൾസ് ആയിട്ട് എടുക്കുന്നത്. ഹിയർ n ഈക്വൽ ടു 3 ആയതുകൊണ്ട് വി ടേക്ക് 3 സ്റ്റേറ്റ് വേരിയബിൾസ് x1 x2 x3. 3 സ്റ്റേറ്റ് വേരിയബിൾസ് ആണ് ഈ ഒരു പ്രോബ്ലത്തിനകത്ത് നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനി സ്റ്റെപ്പ് 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ അസൈനിങ് സ്റ്റേറ്റ് വേരിയബിൾസ്. അസൈനിങ് സ്റ്റേറ്റ് വേരിയബിൾസ് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്, അസൈനിങ് സ്റ്റേറ്റ് വേരിയബിൾസ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫസ്റ്റ് സ്റ്റേറ്റ് വേരിയബിൾ x1 ആണ്. x1 ഈക്വൽ ടു നമ്മൾ ഇവിടുത്തെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഏതാണോ വേരിയബിൾ അതിനെ നമ്മൾ x1 ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. അപ്പോൾ ഇവിടെ y വെച്ചിട്ടാണ് നമ്മൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പോകുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റേറ്റ് വേരിയബിൾ എന്തായിട്ട് അസൈൻ ചെയ്യും? y ആയിട്ട് അസൈൻ ചെയ്യും. ഓക്കെ, x1 ഈക്വൽ ടു y. ഇവിടെ ടോട്ടൽ എത്ര സ്റ്റേറ്റ് വേരിയബിൾസ് ഉണ്ട്? ഓർഡർ 3 ആയതുകൊണ്ട് 3 സ്റ്റേറ്റ് വേരിയബിൾസ് ഉണ്ട്, x1 x2 x3. അതിൽ x1നെ നമ്മൾ y ആയിട്ട് അസൈൻ ചെയ്തു. ഇനി അതുപോലെ x2ഉം x3യും അസൈൻ ചെയ്യണം. ഇനി നെക്സ്റ്റ് x2 അസൈൻ ചെയ്യുന്ന പ്രൊസീജിയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ x2 വിൽ ബി ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് y ആയിരിക്കും. ഓക്കെ, ഈ ഒരു ടേം ആയിരിക്കും dy ബൈ dt, ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് y. സിമിലർലി എന്തുണ്ട്? x3 ഉണ്ട് അല്ലേ? x3 എന്തായിരിക്കും? x3 വിൽ ബി സെക്കൻഡ് ഡെറിവേറ്റീവ് ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ. ഈ ഒരു ഫോമിലായിരിക്കും നമ്മൾ സ്റ്റേറ്റ് വേരിയബിൾ അസൈൻ ചെയ്യുന്നത്. ഫസ്റ്റ് ഓർഡർ ഫൈൻഡ് ഔട്ട് ചെയ്തു, അത്രയും സ്റ്റേറ്റ് വേരിയബിൾസ് കാണും. തേർഡ് സ്റ്റെപ്പ് സ്റ്റേറ്റ് വേരിയബിൾ അസൈൻ ചെയ്യുന്നതാണ്. x1 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ വേരിയബിളായ y അസൈൻ ചെയ്യും. സെക്കൻഡ് സ്റ്റേറ്റ് വേരിയബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് y, ദാറ്റ് ഈസ് ഡി വൈ ബൈ ഡി ടി. x3 വിൽ ബി ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ. നമ്മളുടെ എയിം എന്താ? ഇതുപോലെ എക്സ് ഡോട്ട് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി യു വൈ ഈക്വൽ ടു സി എക്സ് പ്ലസ് ഡി യു ഇങ്ങനെ സ്റ്റേറ്റ് റെപ്രസെൻറ്റേഷനിൽ റെപ്രസെന്റ് ചെയ്യാന്നുള്ളതാണ് നമ്മളുടെ എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്മൾ ഈ ഇൻപുട്ട് ഇക്വേഷൻ ആണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എന്താണ്? നമ്മുടെ സ്റ്റേറ്റ് വേരിയബിളിന്റെ ഡോട്ട് ആണ്. ഡോട്ട് മീൻസ് ഡി എക്സ് ബൈ ഡി ടിനെയാണ് നമ്മൾ എന്തായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്? എക്സ് ഡോട്ട് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ x1 x2 x3ക്ക് പകരം ഈ ഒരു മെട്രിക്സ് നമ്മളിപ്പം ഇതിന്റെ മെട്രിക്സ് ആയിട്ട് എഴുതുമ്പോഴത്തേക്ക് ഇങ്ങനെ x1 x2 x3 ഇത് മൂന്നും ഡോട്ട് ഫോമിലാണ് വരുന്നത്. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ ഇവിടെ എന്ത് വേണം? ഈ x1 അല്ല വേണ്ടത്, വി നീഡ് x1 ഡോട്ട്, അതുപോലെ x2ന് പകരം x2 ഡോട്ട്, x3ക്ക് പകരം x3 ഡോട്ട്. അതാണ് നമ്മളുടെ ഈ ഫസ്റ്റ് ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡിൽ വരേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിന് നമ്മൾ ഡോട്ട് മീൻസ് ഡെറിവേറ്റീവ് ആണ്. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു? നമ്മൾ അസൈൻ ചെയ്ത x1 ഈക്വൽ ടു y എന്നാണ്. അപ്പോൾ ഇവിടെ എന്താ വേണ്ടത്? x1 ഡോട്ട് ആണ്. അപ്പോൾ ഡോട്ട് മീൻസ് എന്താണ്? ഇപ്പോൾ ഡി x1 ബൈ ഡി ടി, അതാണ് ഡോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോഴത്തേക്ക് റൈറ്റ് സൈഡിൽ എന്തെടുക്കണം? ഡെറിവേറ്റീവ് എടുക്കണം. അപ്പോൾ ഡി വൈ ബൈ ഡി ടി എന്ന് കിട്ടും. ഈ ഡി x1 ബൈ ഡി ടിന് നമ്മൾ എന്തായിട്ട് റെപ്രസെന്റ് ചെയ്യും? എക്സ് ഡോട്ട് ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. x1 ആയതുകൊണ്ട് റെപ്രസെന്റഡ് ബൈ x1 ഡോട്ട് ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. ഈക്വൽ ടു നമുക്ക് ഡി വൈ ബൈ ഡി ടി എന്ന് കിട്ടി. ഈ ഡി വൈ ബൈ ഡി ടി നമ്മൾ എന്തായിട്ട് അസൈൻ ചെയ്തിരിക്കുന്നത്?
ഈ ഡി വൈ ബൈ ഡി ടി നമ്മൾ സ്റ്റേറ്റ് വേരിയബിൾ x2 ആയിട്ട് അസൈൻ ചെയ്തത്. അപ്പം നമുക്ക് എന്തെന്ന് എഴുതാം, x1 ഡോട്ട് ഈക്വൽ ടു ഡി വൈ ബൈ ഡി ടിക്ക് പകരം x2 എന്ന് എഴുതാം. ഓക്കെ, അപ്പം ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. എന്താണ്, x1 ഡോട്ട് ഈക്വൽ ടു x2. ഒന്നുകൂടെ പറയാം, നമ്മൾ തേർഡ് സ്റ്റെപ്പിൽ ഇത് മൂന്നും അസൈൻ ചെയ്തായിരുന്നു. അസൈൻ ചെയ്തിട്ട് നമ്മൾ ഈ സ്റ്റേറ്റ് സ്പേസിന്റെ ഫസ്റ്റ് ഇക്വേഷൻ ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവിടെ ലെഫ്റ്റ് സൈഡിൽ ഡോട്ട് ഫോം ഉണ്ട്. ഡോട്ട് ഫോം മീൻസ് ഇതെല്ലാം ഡെറിവേറ്റീവ് ആണ്. അപ്പം ഫസ്റ്റ് നമ്മൾ ഇക്വേഷൻ എന്ത് ചെയ്തു, ഡോട്ട് എടുത്ത്. ഡോട്ട് മീൻസ് ഡി ബൈ ഡി ടി. അപ്പം റൈറ്റ് സൈഡിൽ ഡി വൈ ബൈ ഡി ടി വരും. ഡി വൈ ബൈ ഡി ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, x2 ആണ്. ഇനി സിമിലർലി എന്ത് ചെയ്യണം, ഈ സെക്കൻഡ് നമ്മളെ സ്റ്റേറ്റ് വേരിയബിൾ എന്താ, x2 ഈക്വൽ ടു ഡി വൈ ബൈ ഡി ടി ആണ്. ഇവിടെ എന്താ വേണ്ടത്, x2 ഡോട്ട് ആണ് വേണ്ടത്. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യും, നമ്മൾ ഡി ബൈ ഡി ടി ഓഫ് x2 എഴുതും. ദാറ്റ് ഈസ് x2 ഡോട്ട് എന്ന് വരും ഈക്വൽ ടു. ഇവിടെ എന്ത് ചെയ്യണം, നമ്മളിപ്പം ലെഫ്റ്റ് സൈഡിൽ ഡി ബൈ ഡി ടി എടുക്കുകയാണെങ്കിൽ ഇവിടെയും റൈറ്റ് സൈഡിൽ എന്തെടുക്കണം, ഡി ബൈ ഡി ടി എടുക്കണം. ഡി ബൈ ഡി ടി ഓഫ് ഡി വൈ ബൈ ഡി ടി എന്ന് പറയുമ്പോൾ എന്തുവരും, രണ്ട് ഡെറിവേറ്റീവ് വരും. അപ്പോൾ എന്തുവരും, ദാറ്റ് ഈസ് ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ എന്ന് വരും. ഓക്കെ, നമ്മൾ എന്തെടുക്കുക, സെക്കൻഡ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷൻ ഈസ് നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ x2 ഈക്വൽ ടു ഡി വൈ ബൈ ഡി ടി ആയിരുന്നു. നമ്മൾ ഡെറിവേറ്റീവ് എടുത്ത് ഡെറിവേറ്റീവ് നമുക്ക് ഡോട്ട് റെപ്രസെന്റ് ചെയ്യാം. സോ x2 ഡോട്ട് ഈക്വൽ ടു ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു, ഈ ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ നമ്മൾ എന്ത് സ്റ്റേറ്റ് വേരിയബിൾ ആയിട്ട് അസൈൻ ചെയ്തത്, x3 ആയിട്ട് അസൈൻ ചെയ്തത്. സോ എന്ത് കിട്ടും, ഈക്വൽ ടു x3 എന്ന് കിട്ടും. നമ്മളെ സെക്കൻഡ് ഇക്വേഷൻ എന്ത് കിട്ടും, x2 ഡോട്ട് ഈക്വൽ ടു x3 എന്ന് കിട്ടും. ദിസ് ഈസ് അവർ സെക്കൻഡ് ഇക്വേഷൻ. ഓക്കെ, x2 ഡോട്ട് ഈക്വൽ ടു x3 സെക്കൻഡ് ഇക്വേഷൻ. ഫസ്റ്റ് ഇക്വേഷൻ വാസ് x1 ഡോട്ട് ഈക്വൽ ടു x2. ഇനി സിമിലർലി നമുക്ക് x3 അല്ല വേണ്ടത്, അവിടെ എന്താ വേണ്ടത്, x3 ഡോട്ട് ആവേണ്ടത് അല്ലേ, എവിടെ ഡോട്ട് ആവേണ്ടത്. അപ്പം നമ്മളിവിടെ ഡി ബൈ ഡി ടി എടുത്തു. അപ്പോൾ ഈ സൈഡിലും ഡി ബൈ ഡി ടി എടുത്തു. അപ്പോൾ ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ ഡി ബൈ ഡി ടി എടുക്കുമ്പോഴത്തേക്ക് കിട്ടും ഡി ക്യൂബ് വൈ ബൈ ഡി ടി ക്യൂബ്. അപ്പോൾ ഡി ബൈ ഡി ടി ഓഫ് x3 നമുക്ക് എന്തായിട്ട് റെപ്രസെന്റ് ചെയ്യാം, x3 ഡോട്ട് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഇറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോഴത്തേക്ക് ഡി ക്യൂബ് വൈ ബൈ ഡി ടി ക്യൂബ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ x3 ഡോട്ട് ഈക്വൽ ടു ഡി ക്യൂ വൈ ബൈ ഡി ടി ക്യൂബ്. ഇവിടെ എല്ലാം ഡെറിവേറ്റീവ് എടുക്കാൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ സ്റ്റേറ്റ് വേരിയബിൾ അതിന്റെ ഡെറിവേറ്റീവ് ഡോട്ട് ഫോമിലാണ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫോമിൽ ക്രിയേറ്റ് ചെയ്തത്. ഇനിയിപ്പം x3 ഡോട്ട് ഈക്വൽ ടു ഡി ക്യൂ വൈ ബൈ ഡി ടി ക്യൂബാണ് കിട്ടിയത്. ഈ ഡി ക്യൂ വൈ ബൈ ഡി ടി ക്യൂബ് നമ്മൾ എവിടെ നിന്ന് എടുക്കണം, ഈ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ ക്വസ്റ്റ്യൻ ഇല്ല, ആ ക്വസ്റ്റ്യനകത്ത് നിന്ന് ഡി ക്യൂ വൈ ബൈ ഡി ടി ക്യൂബിന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. നമ്മൾ ഈ ഡി ക്യൂ വൈ ബൈ ഡി ടി ക്യൂബ് ഈ ഇക്വേഷനിൽ നിന്ന് എടുക്കുകയാണ്. അപ്പോൾ ഇതിനെ ലെഫ്റ്റ് സൈഡിൽ ഇട്ടിട്ട് ബാക്കിയുള്ള റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്തായാലും ഡി ക്യൂബ് വൈ ബൈ ഡി ടി ക്യൂബ് ഈക്വൽ ടു ഇവിടെ 8 യു ഓഫ് ടി ഇറ്റ് അമങ് റൈറ്റ് സൈഡിൽ പോകുമ്പോൾ -6 ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ -11 ഡി വൈ ബൈ ഡി ടി -10y എന്ന് കിട്ടും. ഇവിടെ ഡി ക്യൂ വൈ ബൈ ഡി ടി ക്യൂബാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് ഡി ക്യൂ വൈ ബൈ ഡി ടി ക്യൂബ് ഈക്വൽ ടു ഈ ഒരു ഫോമിൽ നമ്മൾ അറേഞ്ച് ചെയ്തു. ഓക്കെ, ഈ ഒരു മാത്രം ലെഫ്റ്റ് സൈഡിലിട്ട് ബാക്കിയെല്ലാം റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ മൊത്തത്തിനെയും നമ്മളെ സ്റ്റേറ്റ് വേരിയബിൾ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യണം. എന്നാണ് നമ്മളുടെ ഇതിനകത്തുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പം ഡി ക്യൂബ് വൈ ബൈ ഡി ടി ക്യൂബിനെ നമുക്ക് എന്തായിട്ട് റെപ്രസെന്റ് ചെയ്യാം, ദാറ്റ് ഈസ് x3 ഡോട്ട് ആണ് അല്ലെ. ഡി ക്യൂ വൈ ബൈ ഡി ടി ക്യൂബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ x3 ഡോട്ട് ആണ് ഈക്വൽ ടു 8 യു ഓഫ് ടി -6 ഇൻറ്റു ഈ ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ എന്തായിട്ടാണ് നമ്മൾ അസൈൻ ചെയ്തിരിക്കുന്നത്, x3 ആയിട്ട് അസൈൻ ചെയ്തിരിക്കുന്നത്. സോ -6 x3 -11 ഡി വൈ ബൈ ഡി ടി എന്തായിട്ട് അസൈൻ ചെയ്തിരിക്കുന്നത്, x2 ആയിട്ടാണ്. ഡി വൈ ബൈ ഡി ടി x2. സോ x2 -10 ഇൻറ്റു y എന്തായിട്ട് അസൈൻ ചെയ്തിരിക്കുന്നത്, x1 ആയിട്ടാണ് അസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്തു, ഈ സ്റ്റെപ്പിൽ ഇതിന്റെ ഫുള്ള് സ്റ്റേറ്റ് വേരിയബിൾ വെച്ച് റീപ്ലേസ് ചെയ്തു. എന്നിട്ട് ഇതിനെ നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. ഓക്കെ, ഇവിടെ നിന്ന് എഴുതുന്ന റീഅറേഞ്ച് ചെയ്യാണ്. ദാറ്റ് ഈസ് x3 ഡോട്ട് ഈക്വൽ ടു ആദ്യമേ ആ ഒരു ഓർഡറിൽ ഓക്കെ x1 വരുന്നത്. അപ്പം -10 x1, അടുത്തത് -11 x2, നെക്സ്റ്റ് -6 x3, നെക്സ്റ്റ് +8 യു ഓഫ് ടി. ഇതാണ് നമ്മളുടെ തേർഡ് ഇക്വേഷൻ. ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു, x1 ഡോട്ട് ഈക്വൽ ടു x2, സെക്കൻഡ് ഇക്വേഷൻ x2 ഡോട്ട് ഈക്വൽ ടു x3, തേർഡ് ഇക്വേഷൻ -10 x1, -11 x2, -6 x3 +8 യു ഓഫ് ടി എന്നുള്ളത്. ഓക്കെ, ആ മൂന്ന് ഇക്വേഷൻസ് ഇവിടെ ഒന്നുകൂടെ എഴുതുകയാണ്. ദാറ്റ് ഈസ്
x1 dot equal to x2, x2 dot equal to x3, x3 dot equal to minus 10x1 minus 11x2 minus 6x3 plus 8 u of t. ഇത് മൂന്നുമായിരുന്നു നമ്മളുടെ ഇക്വേഷൻസ്. ഇനി എന്ത് ചെയ്താൽ മതി? അതിനെ ഈ ഒരു ഫോമിൽ കിട്ടാൻ വേണ്ടി മെട്രിക്സ് ഫോമിൽ എഴുതിയാൽ മാത്രം മതി. ഓക്കെ, ഇതിന്റെ മെട്രിക്സ് ഫോമിൽ എഴുതുകയാണ്. ലെഫ്റ്റ് സൈഡിൽ എന്ത് വരും? x1 ഡോട്ട് x2 ഡോട്ട് x3 ഡോട്ട് ഈക്വൽ ടു, നമുക്കറിയാം എ ഒരു മെട്രിക്സ് കാണും. ഓക്കെ, എ മെട്രിക്സ് ഇൻറ്റു എക്സ് പ്ലസ് ബി, അങ്ങനെ പോകണം. ബി മെട്രിക്സ് ഇൻറ്റു യു, ആ ഫോമിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഈ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? x1 x2 x3 ആണ്. അപ്പം x1 ഡോട്ട് ഈക്വൽ ടു x2 ആണ്. അപ്പോൾ എന്ത് മാത്രമേ ഉള്ളൂ? x1 ഡോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ x2ന് മാത്രമേ വാല്യൂ ഉള്ളൂ. ബാക്കി രണ്ടും എന്തായിരിക്കും? 0 ആയിരിക്കും. അടുത്ത x2 ഡോട്ട്, ഈ ഇക്വേഷൻ എടുക്കുമ്പോഴത്തേക്ക് x2 ഡോട്ട് ഈക്വൽ ടു x3, അപ്പോൾ ഈ x3 മാത്രമേ വാല്യൂ കാണത്തുള്ളൂ, ബാക്കി രണ്ടും 0 ആയിരിക്കും. തേർഡ് ഇക്വേഷൻ വരുമ്പോഴത്തേക്ക് x1ന്റെ കോഎഫിഷ്യൻ എന്താ? -10, x2ന്റെ കോഎഫിഷ്യൻ എന്താ? -11, x ന്റെ കോഎഫിഷ്യൻ എന്താ? -6. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടി? എ എക്സ് എന്നുള്ളത് കിട്ടി. ഓക്കെ, എക്സ് ഡോട്ട് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി ഉണ്ട് അല്ലേ? ബി ടേം എന്തായിരിക്കും വരുന്നത്? ബി ഇൻറ്റു യു ഓഫ് ടി ആ വരുന്നത്. അപ്പം ഈ ഫസ്റ്റ് ഇക്വേഷനകത്ത് യുവിന് ടേം ഒന്നുമില്ല, സോ 0. സെക്കൻഡ് ഇക്വേഷനിലും യു ഒന്നുമില്ല. തേർഡ് ഇക്വേഷനിൽ എന്തുണ്ട്? യുവിന്റെ ടേം ഉണ്ട്, അതിന്റെ കോഎഫിഷ്യന്റ് 8 ആണ്. ഇവിടെ എന്ത് വരും? 8 വരും. ഇതാണ് നമ്മളുടെ ഇൻപുട്ട് ഇക്വേഷൻ. x dot equal to ax plus bu, where a is this matrix and b is this matrix. ഇനി എന്തുകൂടെ കണ്ടുപിടിക്കണം? നമുക്ക് ഔട്ട്പുട്ട് ഇക്വേഷനും കൂടെ ഫൈൻഡ് ഔട്ട് ആണെങ്കിൽ എന്താവത്തുള്ളൂ? സ്റ്റേറ്റ് സ്പേസ് റെപ്രസെൻറ്റേഷൻ ആവത്തുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാണ്. ഔട്ട്പുട്ട് ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ എളുപ്പമാണ്. നമ്മൾ ഓൾറെഡി സ്റ്റേറ്റ് വേരിയബിൾ x1 എന്ന് വെച്ച് കഴിഞ്ഞാൽ y ആയിട്ട് അസൈൻ ചെയ്തിരിക്കുന്നു. ഓക്കെ, ഫസ്റ്റ് കണ്ടു x1 ഈക്വൽ ടു y, y ആണ് നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എന്തായിട്ട് എഴുതാം? ഒരു മെട്രിക്സ് ഫോമിൽ എഴുതുമ്പോഴത്തേക്ക് y ഈക്വൽ ടു, എപ്പോഴും ഈ സി മെട്രിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റോ മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, അതിനകത്ത് എന്ത് വാല്യൂ മാത്രമേ ഉള്ളൂ? x1ന്റെ വാല്യൂ മാത്രമേ ഉള്ളൂ. x1 x2 x3. ഇപ്പോൾ x1 മാത്രമേ വാല്യൂ ഉള്ളൂ 1, x2 x3 0 ആണ്. ഓക്കെ, ഇവിടെ സി എക്സ് പ്ലസ് ഡി യു, ഡിയുടെ വാല്യൂ 0 ആണ്. അപ്പം ഔട്ട്പുട്ട് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് വരും? y ഈക്വൽ ടു 1 0 0 ഇൻറ്റു x1 x2 x3. അപ്പോൾ ഔട്ട്പുട്ട് ഇക്വേഷൻ എളുപ്പമാണ്. നമ്മൾ ഓൾറെഡി സ്റ്റേറ്റ് വേരിയബിൾ x1 എന്ന് വെച്ചാൽ y എന്ന് അസൈൻ ചെയ്തിട്ടുണ്ട്. സോ ഔട്ട്പുട്ട് y ഈക്വൽ ടു x1 മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ x1 മാത്രം 1 ഇടും, ബാക്കി രണ്ട് 0 ഇടും. ഡി മെട്രിക്സ് 0 ആണ്. ഇതാണ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിനെ സ്റ്റേറ്റ് സ്പേസിലേക്ക് ഫോം ചെയ്യുന്നതിൻ്റെ മെത്തേഡ് ഈസിയാണ്. നോർമലി എക്സാംസിൽ ചോദിക്കുന്ന ടൈപ്പ് പ്രോബ്ലം ആണ്. അപ്പോൾ ഫസ്റ്റ് എന്ത് കണ്ടുപിടിക്കുക? ഓർഡർ കണ്ടുപിടിക്കുക. ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഹയസ്റ്റ് പവർ ആയിരിക്കും ഓർഡർ എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ഓർഡർ ഉണ്ടോ അത്രയും സ്റ്റേറ്റ് വേരിയബിൾസ് കാണും. ഇനി തേർഡ് സ്റ്റെപ്പാണ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്, അസൈൻ ചെയ്യുന്നത്. അതിൽ x1 നമ്മൾ ഇവിടെ y ആയിട്ട് അസൈൻ ചെയ്യും, x2ന് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് y, x3ന് സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് y. കാരണം 3 സ്റ്റേറ്റ് വേരിയബിൾസ് ആണ് ഉള്ളത്, n 3 ആയതുകൊണ്ട്. ഇനി തേർഡ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ x1 x2 x3 നമുക്ക് വേണ്ടത് ഇൻപുട്ട് ഇക്വേഷനിൽ ഡോട്ട് ആണ്. ഡോട്ട് മീൻസ് ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ അതിന്റെ ലെഫ്റ്റിലും റൈറ്റിലും എന്ത് ചെയ്യുക? ഡെറിവേറ്റീവ് എടുക്കുക, എന്നിട്ട് അതിന്റെ സ്റ്റേറ്റ് വേരിയബിൾ വെച്ച് റെപ്രസെന്റ് ചെയ്യുക. അതിൽ x3 തേർഡ് വേരിയബിൾ x3 ഡോട്ട് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് dqy/dt³ കിട്ടും. അത് നമ്മുടെ ക്വസ്റ്റ്യനകത്തുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്ന് വേണം അതിന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. എന്നിട്ട് അതിനെല്ലാം സ്റ്റേറ്റ് വേരിയബിൾ വെച്ച് റെപ്രസെന്റ് ചെയ്യുക. എന്നിട്ട് അതിനെ മെട്രിക്സ് ഫോമിലേക്ക് ഫോം ചെയ്യുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഇൻപുട്ട് ഇക്വേഷൻ കിട്ടും. ഔട്ട്പുട്ട് ഇക്വേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ x1 ഈക്വൽ ടു y എന്ന് അസൈൻ ചെയ്തിട്ടുണ്ട്. സോ y ഈക്വൽ ടു 1 0 0 x1 x2 x3 എന്ന് കിട്ടും. ഇതാണ് ഇതിന്റെ ഫുൾ സൊല്യൂഷൻ. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനെ സ്റ്റേറ്റ് സ്പേസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ ഒരു ഫോമിൽ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളുടെ എ മെട്രിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഈ 0 1 0 0 0 1 ഇങ്ങനെ ഈ കോഎഫിഷ്യന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഉണ്ട്. ഇതിന്റെ 10 11 6 അതിന്റെ നെഗറ്റീവ് റിവേഴ്സ് ഓർഡറിൽ വരുന്നതായിരിക്കും ഈ എ മെട്രിക്സിന്റെ ലാസ്റ്റ് റോ എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കി എലമെന്റ്സ് എന്തായിരിക്കും? ഇപ്പം ഇത് 3 വേരിയബിൾ ആയതുകൊണ്ട് 0 1 0 0 0 1. ഈ ലാസ്റ്റ് കോഎഫിഷ്യന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഈ 10 11 6 ഇല്ലേ, അതിന് നമ്മൾ എന്ത് ചെയ്യുക? -10 -11 -6 ആയിരിക്കും വരുന്നത്.
ഇങ്ങനത്തെ ഉള്ള ഫോമിന് നമ്മൾ സ്പേസ് വേരിയബിൾ ഫോം എന്നാണ് പറയുന്നത്. സ്പേസ് വേരിയബിൾ ഫോം നമ്മൾ ഈ ഒരു പ്രൊസീജിയർ അഡോപ്റ്റ് ചെയ്ത് കിട്ടുന്ന ഫോമിനെ വി കോൾഡ് ആസ് സ്പേസ് വേരിയബിൾ ഫോം. ഇതാണ് അതിന്റെ ഫുൾ സൊല്യൂഷൻ എന്ന് പറയുന്നത്.